നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില പാർട്ടികളെ തലോടിയും ചില പാർട്ടികൾ തല്ലിയും ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് പലർക്കും നീരസമുണ്ട്, ചിലർക്കെല്ലാം അതിനെക്കുറിച്ച് അനുകൂലമായ റിപ്പോർട്ടുണ്ട്. എന്തുകൊണ്ട് എല്ലാവരും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതൊന്നുമില്ല, ആരും വിമർശിച്ചുകൊണ്ടല്ല, ഒരു ഫിലോസഫി, ഒരു ശാസ്ത്ര സത്യം, ഒരു മനഃശാസ്ത്ര തീരുമാനങ്ങൾ, അങ്ങനെയെല്ലാം പറയാം. മറ്റൊരു സുപ്രീം കോടതി ജസ്റ്റിസിനെതിരെ ചെരിപ്പെറിഞ്ഞു എന്നും അതൊരു സനാതന ധർമ്മക്കാരൻ RSS ട്രെയിനിങ് കഴിഞ്ഞ ആളാണെന്നൊക്കെയാണ് വാർത്ത കേൾക്കുന്നത്. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഷൂസിലറിഞ്ഞാലും അപ്പീൽ അറിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ ലോകത്ത് ഇനി കുറേ നാളുകൾക്കുള്ളിൽ മുസ്ലിം മതവും മുസ്ലിം മതത്തിൻ്റെ അനുയായികളും വർദ്ധിച്ചു വരുമെന്ന കാര്യം യാഥാർത്ഥ്യം. എനിക്കും എൻ്റെ സംഘടനയെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അങ്ങനെ മുസ്ലിങ്ങൾ ഈ ലോകത്ത് വർദ്ധിക്കുന്നത് ഒരു താല്പര്യമില്ല. കാരണം ഇപ്പോൾ ഉള്ള മുസ്ലിങ്ങളിന് കൂടുതലാണ്. പക്ഷെ ഞങ്ങളോ അല്ലെങ്കിൽ ഞാനും വിചാരിക്കുമ്പോൾ എല്ലാം കൈ നടക്കുന്നത് വേറെ വസ്തുതയാണ്. ആ നടക്കുന്ന വശം നമ്മൾ ചൂണ്ടിക്കാഴ്ച നമ്മൾ ഒറ്റപ്പെടും. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനർത്ഥം ഏതൊരു വസ്തുവിനെയാണോ നമ്മൾ കൂടുതൽ അടിച്ചമർത്തുന്നത്, ഈ റബ്ബർ പന്ത് എത്ര കണ്ട് ആഞ്ഞടിക്കുമോ അത്ര കണ്ട് ഉയരത്തിൽ അത് പോകും പോലെ ഏതൊരു വസ്തുവിനെയാണോ നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കുക, ആ വസ്തു വളരെ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ചൈനയെ ഒരു 19 വർഷം മുൻപ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി. അന്ന് നമ്മുടെ ബുദ്ധിമാന വി കെ കൃഷ്ണമേനോൻ, വി കെ കൃഷ്ണമേനോൻ 1967 കാലഘട്ടത്തിൽ ഐക്യരാഷ്ട്ര സംഘത്തിൽ വെച്ച് പറഞ്ഞ് UNOയിൽ ചൈനയെ ചേർക്കണമെന്ന്. അന്ന് ബുദ്ധിമാനായ അമേരിക്കൻ ശക്തികൾ അത് എതിർത്തു. 10 വർഷം കഴിഞ്ഞ് 1977 നിക്സൺ ചൈനയിൽ പറഞ്ഞു എന്ന് മാവോയുടെ കൈ പിടിച്ച് നമുക്ക് കൂടെ പോകാൻ പ്രവർത്തിക്കാൻ ചേട്ടാ സ്വാഗതം ചെയ്തു. ഏതോ ഇന്ത്യക്കാരനായ വി കെ കൃഷ്ണമേനോന് തോന്നിയ ബുദ്ധിമാൻ എന്ന് പറയുന്ന സർവ്വലോക പരിപാലകൻ എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ ആൾക്കാർക്ക് പോലും മനസ്സിലാക്കാൻ 10 വർഷം പിടിച്ചുള്ള. കാരണം അങ്ങനെ വളയത്തിനുള്ളിലായാൽ അതിന് നിയന്ത്രണം വരും. വളയത്തിനുള്ളിലേ നിയന്ത്രണമില്ല, അതാണ്. അതുപോലെ അങ്ങനെ ഓരോ സംഗതി, ഇത് മാത്രമേ കമ്മ്യൂണിസ്റ്റ് വീഴ്ച വെച്ച് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റായി തല്ലിക്കൂട്ട് പോലീസ്, കതിറിട്ടവനെ കോൺഗ്രസ് തല്ലി, അങ്ങനെയൊക്കെ ചെയ്ത് ആ പ്രസ്ഥാനം വളർത്തിട്ടുണ്ട്. ഇപ്പം നശിച്ചു പോയിലും. ഞാൻ പറയാൻ കാരണം അതൊരു സാമൂഹ്യ പശ്ചാത്തലം, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയാം, അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലം പറയാം. അത് മറ്റൊന്നുമില്ല. ഈ ലോകത്ത് ഏറ്റവും വേഗതയുള്ള വസ്തു അത് മനുഷ്യ മനസ്സാണ്. എന്നാൽ മനുഷ്യ മനസ്സ് മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണെന്ന് ഇതേവരെ ഒരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെ അങ്ങനൊരു അവസ്ഥാന്തരം മനുഷ്യ ശരീരത്തിലുണ്ട്. അത് മറ്റു വശത്തിൽ പറഞ്ഞാൽ സർവശക്തനായ അള്ളാഹുവിന്, ദൈവത്തിന് അവൻ്റെ പ്രജകളോട് അല്ലെങ്കിൽ അടിമകളുടെ ഉള്ളിരിപ്പ് അറിയാൻ വേണ്ടി ദൈവത്തിൻ്റെ റഡാറാണത് എന്നുകൂടി ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അല്ല വേറെ ആരും ഏജൻസി ഒന്നും വേണ്ട, ആ റഡാർക്ക് അറിയാൻ പറ്റും. അപ്പം അതിനൊരു പോരായി എന്ന് വെച്ചാൽ അത് ലിമിറ്റില്ല. ഇപ്പം ഞാനിവിടെ സംസാരിക്കുക, എൻ്റെ ആലുവയിൽ വീട്ടിൽ സംസാരിക്കുക, എനിക്ക് ഡൽഹിയും ബോംബെ എല്ലാം സംസാരിക്കുക, അത് ലിമിറ്റില്ല. പിന്നെ ലിമിറ്റുള്ളത് പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയാണ്. പ്രകാശരശ്മി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ, ഒരു നിമിഷത്തിൽ 3 ലക്ഷം കിലോമീറ്റർ അഥവാ 1,76,000 മൈലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു, ടാക്യൂൺ എന്നൊരു വസ്തു, നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരനെ ഒരു ആൾ കണ്ടുപിടിച്ച്. പക്ഷെ അത് മലയാളി ആയതുകൊണ്ട് ഇന്ത്യക്കാരായതുകൊണ്ട് വേണ്ടത്ര പ്രചാരം ലോകത്ത് കിട്ടിയില്ല. അതങ്ങനെ ഒന്നില്ല. ഇപ്പോൾ പ്രകാശം തന്നെയാണ് ഏറ്റവും വേഗതയുള്ള വസ്തുവായിട്ട് കണക്കാക്കിയത്. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശരശ്മി 1 മിനിറ്റ്, 1 മണിക്കൂർ, 1 ദിവസം, 1 കൊല്ലം കൊണ്ട് എത്ര കോടി കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കും. നമ്മൾ ആ ഒരു വഴി എടുക്കുക. മറുവശം ഭൂമി ഉണ്ടായിട്ടും ഭൂമിയിൽ ജനവാസം ഉണ്ടായിട്ടൊക്കെ കോടാനുകോടി വർഷമായെന്നുള്ള ചരിത്രമുണ്ട്. ബൈബിളും ഗീതയും ഖുർആനും ശാസ്ത്രമൊക്കെ പറയുന്നുണ്ട്.
ഇപ്പോൾ മഹാഭാരതത്തിലെ പ്രാകൃത പ്രളയം എന്നൊക്കെ പറഞ്ഞാൽ ഓടിക്കണ് വർഷമാണ്. അങ്ങനെ ആയിരക്കണക്കിന് പ്രാകൃത പ്രളയം കഴിഞ്ഞു. അപ്പോൾ കോടിക്കണക്കിന് വർഷമുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് വർഷം കോടിക്കണക്ക് വേഗതയിൽ പ്രകാശം സഞ്ചരിച്ചിട്ടും അന്ന് പുറപ്പെട്ട ആ പ്രകാശരശ്മി ഇന്നും ഭൂമിയിൽ എത്തിയിട്ടില്ല എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. അതിനർത്ഥം ഈ ഭൂമി എന്ന് പറയുന്നത് അത്ര കണ്ട് ബൃഹത്തും മഹത്വമാണ്. ഈ നമ്മൾ കാണുന്ന ബ്രഹ്മാണ്ഡ കടകം, സൗരയൂഥം, പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് അത്ര മഹത്വം ബൃഹത്വമാണ്. അങ്ങനെയെങ്കിൽ ആ പ്രപഞ്ചത്തിൽ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിൽ കാണുന്ന ഏറ്റവും ചെറിയൊരു ഗ്രഹം ഭൂമി, അതിനേക്കാൾ ചെറുത് വേറെ ഒന്നുണ്ട്, എങ്കിലും ഭൂമി ചെറുത് തന്നെയാണ്, മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ചെറുത് തന്നെയാണ്. ആ ചെറു ഗ്രഹത്തിൽ താമസിക്കുന്ന 50-60 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മനുഷ്യനോ മനുഷ്യപുത്രനോ, ഒരു രാജാവിൻ്റെ മകനോ എങ്ങനെ ദൈവമാകും? ചോദ്യം അതാണ്. നേരെ ചോദിക്കുക, ചൊവ്വ ഉത്തരം പറയാം. മനോരമ പറയും പോലെ നേരെ ചൊവ്വ, ലളിതമായി. ഇത് ഞാൻ മാത്രമല്ല, എനിക്ക് മുൻപ് പലരും ചോദിച്ചിട്ടുണ്ട്. ചിലർക്ക് പറയാൻ ധൈര്യം ഉണ്ടായില്ല, കാരണം അത് ചില വിശ്വാസ ഭാഗ്യം വലിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ റിട്ടയർഡ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡല്ല, പിന്നെ അദ്ദേഹം ഇത് വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു രാജാവിൻ്റെ മകനായ രാമനെ എങ്ങനെ ദൈവമാവും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ചുകൂടി പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ പറയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്ക് വലിയൊരു സംശയമുണ്ട്. ക്രിസ്തുദേവൻ ദൈവമാണോ? ശ്രീരാമൻ ദൈവമാണോ? ശ്രീകൃഷ്ണൻ ദൈവമാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ആ സംശയത്തിന് ഉത്തരം ഇതേവരെ ക്രിസ്തീയ സമുദായമോ ഹിന്ദു സമുദായവും പറഞ്ഞിട്ടില്ല, അവർ പറയാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ സത്യം അറിയേണ്ട ആ ജിജ്ഞാസ, ഉത്കണ്ഠ, വ്യാകുലതൊക്കെ പറയില്ലേ, അതുള്ള മനുഷ്യൻ സത്യത്തെ അന്വേഷിച്ച് നടക്കണം. എന്താണ് സത്യം? വാട്ട് ഈസ് ട്രൂത്ത്? അതറിയാനുള്ള ആഗ്രഹമുണ്ട്, ആകാംക്ഷയുണ്ട്, ജിജ്ഞാസയുണ്ട്, ഗുണ്ടിതമുണ്ട്. അങ്ങനെ കണ്ട് വന്നപ്പോഴാണ് പലരും പറയുന്നത്, ഈ കാണുന്നൊന്നും ദൈവമല്ല, ദൈവം എന്ന് ഉണ്ട് എങ്കിൽ അത് ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. അവൻ ഹിന്ദു, മുസ്ലിമോ, ക്രിസ്ത്യാനോ ഒന്നുമല്ല. അവൻ ഏകമാണ്, ഏക ഇലാഹാണ്. അവന് അച്ഛനില്ല, അമ്മയില്ല, വാപ്പയില്ല, ഉമ്മയില്ല, മക്കളിൽ സന്താനമില്ല, സമ്പത്തിലോ ഒന്നുമില്ല, ഭക്ഷണമില്ല, വിശപ്പില്ല. അങ്ങനെ ഒരു അപൂർവമായ ഒരു ശക്തി, ഒരു രൂപം എന്ന് പറയാൻ പറ്റില്ല, ഒരു ശക്തി, അത് മനുഷ്യർ കണ്ടു കഴിഞ്ഞു, പലർക്കും മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ ഒരു മതമുണ്ട് ലോകത്ത്. ആ മതം നമുക്ക് ഇസ്ലാം എന്ന് പറയും. സാഹോദര്യത്തിൻ്റെ മഹത്വം പറഞ്ഞ ഒരു മതമുണ്ട് ലോകത്ത്, അത് നമുക്ക് ഇസ്ലാം എന്ന് പറയും. അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കുന്ന എൻ്റെ സമുദായത്തിൽപ്പെട്ടവെന്ന് പറഞ്ഞ ഒരു പ്രവാചകനുണ്ട്, അതിലെ പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് പറയാം. അധ്വാനിക്കുന്നതിന് വിയർപ്പ് ഗണങ്ങൾ പറ്റുന്നതായിട്ട് കൂലി കൊടുക്കൽ, പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു പ്രവാചകനുണ്ട്, അത് മുഹമ്മദ് നബി എന്ന് പറയും. ക്രിസ്തുദേവൻ പറഞ്ഞു, ഭാരം ചോദിക്കുന്നവരും അധ്വാനിക്കുന്നവരും എന്നെ സമീപിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ നല്ലത് തന്നെ, തെറ്റൊന്നുമില്ല. പക്ഷെ അധ്വാനിക്കുന്ന വിയർപ്പ് ഗണങ്ങൾ പറ്റുമ്പോൾ കൂലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു മതപുരോഹിതം ഒരു ലോകത്തില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. തെറ്റിന് തിരുത്താം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ദൈവം ഒന്നാണ്, അതാണ്. അതുകൂടാതെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. സങ്കടമുണ്ട്, ഒരു പക്ഷെ തെറ്റാണ്, ക്ഷമിക്കുകയും ചെയ്യണം. എൻ്റെ ഒരു സുഹൃത്ത്, കണ്ണീര് വരുന്ന ഒരു സുഹൃത്ത്, പിന്നെ മക്കളിലായിട്ട് ഒരു കുട്ടി എടുത്തു വളർന്നു. അവർ പൊന്നുപോലെ വളർന്ന് ഇഷ്ടമാണ്. അവർ കഴിവിൻ്റെ പരമാവധി അവർ, ആ ഭാര്യയും ഭർത്താവും അവർ വീട്ടുകാരും എല്ലാം, എന്നെ പോലെ പ്രായമുള്ള ഒരു കാരണമുള്ള കൂടി ആ വീട്ടിലുണ്ട്. അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ഉറുമ്പ് പോലും കടിക്കാതെ കന്വേഷിക്കണം. പക്ഷെ ഒന്ന് ആലോചിച്ചു, എത്രയൊക്കെ നമ്മൾ വളർത്തിയെടുത്താലും ആ കുഞ്ഞ് വളർന്ന് പ്രായമാകുമ്പോൾ അവൾ സത്യം അറിയില്ല, അല്ലെ അവൻ സത്യം അറിയില്ലേ, അന്ന് ആ കുഞ്ഞുണ്ടാകാവുന്നൊരു വേദന, അതിന് പരിഹാരം കാണാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കും.
ഇത്രയും വിശാലം എന്ന് പറയുന്ന ബഹുഭാര്യത്തെക്കുറിച്ച് പറഞ്ഞു, വിവാഹ മോചനത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് രണ്ടും നേരിട്ട് നോക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരു വിവാഹം കഴിച്ച് നിൽക്കാതെ മറ്റൊരു വിവാഹം കഴിച്ചാൽ ആദ്യം ഭാര്യയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പിന്നെ അത് പകരം വയ്ക്കാൻ പറ്റാതെ ആ ഭർത്താവിൻ്റെ രണ്ടാമത് കിട്ടിയ ഭാര്യയും കൂടി പെടുന്ന ബുദ്ധിമുട്ട്, ഇതൊന്നും പരിഹരിക്കാൻ പറ്റിയതില്ല. പക്ഷെ അപ്പോഴും ഖുർആൻ ഒരു വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു, നിങ്ങൾ ഭാര്യയല്ലാതെ ഏതൊരു സ്ത്രീയായി ബന്ധപ്പെടുന്നു അത് വ്യഭിചാരം തന്നെയാണ്. ഇസ്ലാം ഏറ്റവും മോശമായ പ്രവൃത്തിയായിട്ട് പറയുന്നത് വ്യഭിചാരം, പലിശ, വള്ളം കൊടുക്കുക, വ്യഭിചാരം. അപ്പോൾ എന്നാൽ ഈ മനുഷ്യന് ആഗ്രഹം നിറവേറണം, പക്ഷേ വേറെ സൗകര്യത്തിൽ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? ദൈവത്തെ മറന്നുകൊണ്ട് വേറെ തെറ്റായി പോകാൻ പറ്റുമോ? അപ്പോൾ അവൻ ഒരു പക്ഷേ മറ്റു വിവാഹത്തിന് പ്രോത്സാഹിപ്പിച്ചു, അത് നടന്നെങ്കിൽ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ആധുനിക യുഗത്തിൽ പറയുന്നത്, പാശ്ചാത്യ സംസ്കാരം പറയുന്നത്, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ബന്ധപ്പെട്ടോ. ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു ഏതു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ പോയി പരിപാടി നടത്താൻ കുഴപ്പമില്ലാന്ന് സുപ്രീം കോടതി വരും പറഞ്ഞിരിക്കുക. അതാണിപ്പോൾ ലോഡ്ജുകൾ, വലിയ റിസോർട്ട് നിന്ന് പോയി. ഇപ്പോൾ റിസോർട്ടിൽ പോയി 50,000 25,000 വേണം. ഇതൊന്നും 1000 രൂപ എടുത്താൽ ഏത് മുറി എടുത്താലും കാര്യം നടത്തി പോരാതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. മനുഷ്യത്വമുള്ള അള്ളാഹുലും ഈ പറഞ്ഞ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ച് അവന് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്നാൽ നമ്മുടെ ഭാര്യയിൽ നിന്ന് പറ്റാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള കേസുണ്ട്, എല്ലാ കേസും അങ്ങനെയൊന്നും അല്ലെങ്കിലും. അപ്പം അവന് ചെയ്യുന്ന ഏക പരിഹാര മാർഗമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വിവാഹം കഴിക്കാം. വേണമെങ്കിൽ 4-1 വശല്ല 100-1 വഴി ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. 100-99 ഇല്ലെങ്കിൽ മാത്രം അത് ചെയ്യാവൂ എന്നും കൂടിയൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ചെല്ലുന്നിടത്ത് വിവാഹം കഴിക്കുക, അത് ചെല്ലുന്നിടത്ത് വിവാഹം മോചനം നടത്താം എന്നൊന്നും ഖുർആൻ പറയുന്നില്ല. അതിൻ്റെ പേരിലാണ് ഇസ്ലാം മതത്തെക്കുറിച്ച് ഈ കുബുദ്ധികളും ദുഷ്ടലാക്കുകളും എന്തെല്ലാം പറഞ്ഞ് പ്രവാചകൻ 7 വയസ്സിൽ കല്യാണം കഴിച്ചു, 9-ാം വയസ്സിൽ കൂടെ ഇരുന്ന് അത് എന്തൊരു അതേക്കുറിച്ചാണ് ഈ തെരുവ് തെണ്ടികളെ പോലുള്ള ഈ നിരീശ്വരവാദികളൊക്കെ പറയുന്നത്. എൻ്റെ നിരീശ്വരവാദികളായ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ മാത്രമാണ് ബുദ്ധിയുള്ളത് വിചാരിക്കുന്നത്. ബുദ്ധിയുള്ളത് വേറെയുണ്ട്. നമ്മുടെ ഗാന്ധിജി വിവാഹം കഴിച്ച എത്ര വയസ്സിലാണ്? അല്ലെങ്കിൽ ഗാന്ധി വിവാഹം കഴിച്ച ആ ഭാര്യയ്ക്ക് കസ്തൂർബായ്ക്ക് എത്ര വയസ്സുണ്ടായി? നമ്മുടെ AKG വിവാഹം കഴിച്ചപ്പോൾ എത്ര വയസ്സുണ്ടായി? പിന്നെ അത് അന്ന് എടുത്താൽ ഇതൊക്കെ ഏതാണ്ട് 2000 ആണ്ടിലാണ്, അല്ലെങ്കിൽ 2000 ആണ്ട് കാര്യമാണ്. ഇത് 1500 വർഷം മുൻപാണ്. ഈ ഇന്ത്യയിൽ പോലും ശൈശവ വിവാഹം ഉണ്ടായിരുന്നു. 3-4 വയസ്സിലെ കുട്ടികൾ കൊണ്ട് വിവാഹം കഴിക്കുന്ന ചടങ്ങ് നടത്തും. ചിലത് മുന്നോട്ട് പോകില്ല, അധികം ഇടയ്ക്ക് ഇട്ട് പോവാണ്. അങ്ങനെയൊക്കെ ആ കാലഘട്ടം ഉണ്ടായിട്ട് 100 വർഷമായിട്ടുള്ളൂ. 100 വർഷം വരെയൊക്കെ ഉണ്ടായതാണ് മുമ്പ്. ഇത് 1500 വർഷം മുമ്പാണ്. അപ്പോൾ 1500 വർഷം മുമ്പ് വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ പ്രായം 4-5 ഒക്കെയാണ്. അതിനുശേഷം 1300, 1400, 1700, 1800, 1900 ആണ്ടിലൊക്കെ 900 ശൈശവ വിവാഹം നടത്തിയിട്ടുണ്ട്. 3-4 വയസ്സ് കല്യാണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും സത്യമറിയാതെ ഈ കുബുദ്ധികൾ പ്രവാചകനെയും പ്രവാചകനെ വിശ്വസിക്കുന്ന തത്വസംഹിതയും കുറ്റം പറയല്ലേ? എന്തൊരു ആവേശത്തിലാണ് കുറ്റം പറയുന്നത്. ഇത് നമ്മൾ വേറൊരു കാര്യം പറയുന്നത്, 2-3 പോയിന്റ് ഞാൻ പറയാൻ നിർത്തട്ടെ. വേറൊരു കാര്യം പറഞ്ഞു, എന്താ അറിയോ? അച്ഛൻ ജീവിച്ചിരിക്കാല് മകൻ മരിച്ചാൽ ആ മകന് സ്വത്ത് മടങ്ങില്ല. ഇത് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ. ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ എതിർക്കുന്നവർ ഇതിന് ഉത്തരം വേണം. അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ കോപം ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞില്ലെങ്കിൽ. അതായത് അച്ഛൻ ജീവിച്ചിരിക്കാലെ അച്ഛൻ്റെ മകൻ മരിച്ചാൽ ആ മകൻ്റെ മകൻ പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ അവർക്ക് അച്ഛൻ്റെ സ്വത്ത് കിട്ടൂല. അത് അച്ഛനിലേക്ക് പോകും. ഏറ്റവും വലിയ തീവട്ടിക്കൊള്ളല്ലേ എടോ! ദൈവം എന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞനാണ്. നിങ്ങളെപ്പോലെ 4 മെമ്പർ 4 മനഃശാസ്ത്രജ്ഞനാണ്. അവനറിയാം അവൻ സൃഷ്ടിച്ച മനുഷ്യൻ എന്തൊക്കെ കുഴപ്പപ്പെടുന്നു.
പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെ സ്വത്തിന് വേണ്ടി അവകാശികളെ കൊല്ലുമെന്ന കാര്യത്തിൽ ഉറപ്പല്ലേ കൊല്ലുന്നുള്ളൂ. അപ്പോൾ കൊല്ലാതിരിക്കാൻ വേണ്ടി അവൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് മക്കൾക്ക് മടങ്ങാതെ അതാർക്ക് അച്ഛൻ്റെ അച്ഛന് മടങ്ങിയത്. ആ അച്ഛൻ്റെ അച്ഛനോട് കാര്യം പറയുന്നുണ്ട്, വെറുതെ മടങ്ങിയല്ല. നിങ്ങളുടെ ഈ കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ചെലവിൽ ആ അവകാശം മടക്കി കൊടുത്തേക്കണം. ഒന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ ചെലവിൽ അവകാശം മടക്കി കൊടുത്തേക്കണം ഈ കുഞ്ഞുമക്കൾ വലുതാവും ഓരോ പേരിലേക്ക്. എന്നിട്ട് അവരെന്ത് ചെയ്തോട്ടെ? അത് തെറ്റാണോ മണ്ട ശിരോമണികൾ? വലിയ കോട്ടിക്കൊച്ചിലെ ഒരു അഡ്വക്കേറ്റ് നാസർ കൂസറൊക്കെ പറയുന്നുണ്ട് എനിക്ക് അതിൽ. പിന്നെ മറ്റൊരു പോയിന്റ് പറയുന്നത്, മുസ്ലിം സ്ത്രീകൾക്ക് 2 അവകാശം, പുരുഷ 2 അവകാശം. അതായത് 1 സ്ത്രീക്കും 2 ഭാഗം പുരുഷനും. അത് വിവേചനല്ലേ? ഈ ആധുനിക യുഗത്തിൽ ശരിയാണോ? ഈടോ പരമവിഡ്ഢി കോമരങ്ങളെ ഞാൻ പറഞ്ഞ നിങ്ങൾ മാറ്റാറ്. അതായത് അതിന് മുൻപായിട്ട് ഒരു കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് മഹർ കൊടുക്കണം ഭർത്താവ് വീട്ടുകാരൻ ഭർത്താവ്. അത് സ്ത്രീക്കല്ല കൊടുക്കുക, സ്ത്രീകളുടെ അച്ഛന് കൊടുക്കുന്നുണ്ട്, വാപ്പാക്ക് കൊടുക്കുന്നുണ്ട്. ആ മഹർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇവിടെ സ്ത്രീധനത്തിനേക്കാൾ വലുതാണ് മഹർ കൊടുക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ മഹർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വിവാഹപ്രായം വൈകുന്നു. നമ്മുടെ ഇവിടെ സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വിവാഹപ്രായം വൈകുന്നു. ഞാനൊക്കെ അനുഭവിച്ച് കണ്ടുള്ളവരാണ്. അപ്പോൾ മഹർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടുത്തെ സ്ത്രീധനത്തെക്കാൾ കൂടുതലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവൾക്ക് കിട്ടുന്ന ആ 1/3 പിന്നെ കിട്ടുന്ന ഈ 1/3 സ്ത്രീധനം കിട്ടും. ഇത് കൂടി വരുമ്പോൾ ഏതാണ്ട് പകുതിക്കുള്ളാവൂലേ? തന്നെയുമല്ല, ഈ ഭർത്താവിന് കിട്ടിയാൽ തന്നെ ഉപയോഗിക്കുന്നതാരാ? ഈ സ്ത്രീയല്ലേ. അപ്പോൾ അവിടെ എന്തോടോ അപാകതയുള്ളത്, എന്തോടും നിയമവിരുദ്ധമായിട്ടുള്ളത്, എന്തോടും കാലത്തിന് അനുസൃതമല്ലാത്തുള്ളത്. ഗുളിക കൊണ്ട് നാവിലിടാൻ പറഞ്ഞ ഡോക്ടറുടെ വാക്ക് കേട്ട് നാഭിനെ ഗുഹ്യ സ്ഥാനത്ത് ഇട്ട് രോഗി ചത്തു പറയും പോലെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ രീതിക്കാണ് തെറ്റല്ല, ദൈവത്തിനല്ല. അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ഒന്നിൽ വിവാഹം കഴിക്കാൻ പറഞ്ഞത്? എന്താണ് വിവാഹ മോചനം പറഞ്ഞത്? എന്തിനാണ് മക്കൾക്ക് പറഞ്ഞത്? ഇനി വിവാഹ മോചിച്ച കാര്യം ഞാൻ പറയാം, വിശദമായിട്ട് നിങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ചുരുക്കി പറയണം. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ കോൺട്രാക്ടർ, സാധാരണ ഈ കോൺട്രാക്ടർമാർക്കൊക്കെ ഉണ്ടല്ലോ, എഞ്ചിനീയർക്ക് ചിലർക്ക് കാശ് വേണം, ചിലർക്ക് സ്ത്രീകൾ വേണം, ചിലർക്ക് മദ്യം വേണം, ചിലർക്ക് സ്ത്രീകൾ വേണം മാത്രം. അത് സ്വന്തം ഭാര്യയെ തന്നെ വേണം. സ്വന്തം ഭാര്യയല്ല, ഈ കോൺട്രാക്ടറുടെ ഭാര്യ തന്നെ. അപ്പോൾ ഈ ബുദ്ധിയുള്ള കോൺട്രാക്ടർ ഏറ്റവും വലിയ ആൾ നിർത്തും. എന്നിട്ട് ഇയാൾ വരുമ്പോൾ ഇതൊക്കെ വിട്ടുകൊടുക്കും, വെള്ളം കൊടുക്കും. പക്ഷേ ഇങ്ങനെ വിട്ടുകൊടുത്ത സമയത്ത് ഇദ്ദേഹത്തിന് ഭാര്യ അറിയാവുന്ന ആ എഞ്ചിനീയർ പറഞ്ഞ ചേട്ടാ ഇത് എൻ്റെ അടുത്ത് വേണ്ടാട്ടോ. ആ സത്യം പുറത്തായതോടെ ആ സുഖമില്ലാതിരുന്ന ഒന്നുമില്ലാത്ത ആദ്യം ഭാര്യയെ വിഷം കൊടുത്തു പോന്നു. അതൊക്കെ പണത്തെ വില ഒതുക്കി കളഞ്ഞു. അങ്ങനെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വേണമെങ്കിൽ വിവാഹം കഴിച്ചോ. അത് ആദ്യ ഭാര്യക്ക് ഇടത് കവളിലാണ് ചുംബനം കൊടുത്തെങ്കിൽ രണ്ടാമത്തെ ഭാര്യയ്ക്ക് അതേ ഇടത് കവളിൽ തന്നെ കൊടുക്കും. അങ്ങനെ തുല്യത വേണം. നിങ്ങൾ ചന്ദ്രിക സോപ്പ് വാങ്ങിച്ചു കൊടുത്തെങ്കിൽ ആദ്യ ഭാര്യയ്ക്ക് അതേ തൂക്കമുള്ള ചന്ദ്രിക സോപ്പിന് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ തുല്യത പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ ക്ഷമാവൃതം അല്ലെങ്കിൽ ആ ആഗ്രഹം മാറ്റിവെച്ച് ഒന്നിൽ ഒതുങ്ങി പോകുന്ന നല്ലതെന്നും കൂടി പറയുന്നുണ്ട്. ഇതൊന്നും ആരും കാണില്ല. കാണുന്ന ഇതാണ് 2 ഭാര്യ വെച്ചു. എന്നാൽ അതിൻ്റെ പേരിൽ കാട്ടിക്കുടുതി വിക്രികൾ കാണിക്കുന്ന മുസ്ലിങ്ങൾ സമൂഹത്തിൽ ചിലർ കാണിക്കുന്നത് തെറ്റാണ്. അത് മാതൃകാപരമല്ല. പക്ഷെ സത്യം അതല്ല, മതബന്ധമല്ല. അതാണ് ഒരു കാര്യം. നിങ്ങൾ ആലോചിച്ച് എന്താ എത്ര വിശാലമാണ് ഈ ഇസ്ലാം മത തത്വങ്ങൾ, എത്ര ആനുകാലികമാണ്, എത്ര ദേശാന്തരമാണ്. അതുകൊണ്ടൊക്കെയാണ് ഇന്നത്തെ തലമുറ അവൻ അറിഞ്ഞും കേട്ടും വളർന്നും ഇസ്ലാം സ്വീകരിക്കുക. ഇന്നലെ ഇസ്രായേലിൽ വന്ന ഒരു ടീം, ആ ബോട്ടായിട്ട് ടീമിൽ ഒരാളെ തടകിൽ ഇസ്രായേൽ ഇട്ടപ്പോൾ ആ തടങ്കൽ പാളയത്തിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് പിന്നെ അവിടുന്ന് ഏതോ രാജ്യത്തൊക്കെ ഒരു നാട് നടത്തിയത്. അങ്ങനെ ആയിരക്കണക്കിന് ബുദ്ധിജീവികൾ, വിദ്യാഭ്യാസമുള്ളവർ, സംസ്കാരമുള്ളവർ, സമ്പത്തുള്ളവർ ഇസ്ലാം മതത്തിലേക്ക് വരുന്നു. അത് പണം, ജാതി മോഹിച്ചോ അല്ലെങ്കിൽ പണം മോഹിച്ചല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷ മാത്രമാണ്. ഞാൻ പറയുന്നല്ലേ, ചരിത്രം പറയുന്ന കണക്കുകൾ പറയാണ്, ആയിരക്കണക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ചിലപ്പോൾ പെണ്ണ് കിട്ടാൻ വേണ്ടി ജാതി മാറും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റു ഭാര്യ നിലനിർത്താൻ വേണ്ടി ജാതി മാറുന്ന പോലെ ജയശങ്കർജി പറഞ്ഞ പോലെ. അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥ ഇസ്ലാമിൻ്റെ വശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു കാര്യം, ഞാൻ അനാഥ മക്കളെ ആദ്യം പറഞ്ഞു,
പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അനാഥ മക്കളെ വലത് കൈ കൊണ്ട് പോലും തലോടരുത്. വലത് കൈക്കാണ് വെയിറ്റ് പുള്ളി, ഇടത് നിങ്ങൾ ഇടത് കൈ കൊണ്ട് തടവും. അത്രയും എന്താണ് ശക്തി കുറച്ചായിരിക്കണം. നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ ഒരു വിധവയുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ ഭാര്യ താലോലിക്കരുത്, സന്തോഷവാൻ ചിരിച്ചു കളിക്കരുത് പറഞ്ഞാൽ. ഒരു വിധയുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ താലോലിക്കുകയോ അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് ആസ്വദിക്കരുത്. മറ്റൊരു പട്ടിണി എടുക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിങ്ങൾ മൃഷ്ടാനം ഭക്ഷണം കഴിക്കരുത്. എത്ര ആദർശമാണ് സാർ ഇസ്ലാം മതം പറയുന്നത്. അത് ഇന്ന് ആരെങ്കിലും പാലിക്കുന്നുണ്ടോ? അത് ഇസ്ലാം മതം അല്ലെങ്കിൽ പടച്ചോന്റെ പ്രവാചകമാണ് കുറ്റം. ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, അതുകൊണ്ടൊക്കെയാണ് ഇളം തലമുറ അല്ല പുതുതലമുറ ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിക്കുന്നു, ഇസ്ലാം മതം വളരുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതാനും വർഷം മുമ്പ് വരെയും 100 കോടിയോളം മറ്റുണ്ടായിരുന്ന മുസ്ലിം 200 കോടിയോളം എത്തി. ക്രിസ്ത്യാനിയുടെ സമയത്ത് കുറഞ്ഞു 250 കോടിയിൽ നിൽക്കുകയാണ്. അത് വീണ്ടും കുറഞ്ഞു പോവാണ്. അത് ക്രിസ്ത്യൻ സമുദായത്തെ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരന്വേഷിക്കുന്ന ദൈവത്തെ കാണുന്നില്ല. ഒരു രൂപമല്ല ദൈവമെന്ന് അവർ രൂപമാകുന്നവർക്കും പ്രതിമ വയ്ക്കരുത്, അല്ലെങ്കിൽ ആൾ രൂപം വയ്ക്കരുത് എന്ന് പ്രവാചകന്റെ ഒന്നും പ്രതിമ ഉണ്ടാക്കരുത് എന്ന് ഒരു രൂപവും പാടില്ല എന്ന് പറയും. അതിനെക്കുറിച്ച് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നറിയോ? എന്ത് കാടന്മാര അറബികളും അറബി നിയമങ്ങളും പ്രവാചക നിയമങ്ങളും. എടോ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജീവനോട് കുഴിച്ചു മൂടുന്നൊരു കാലത്ത്, പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത കാലത്ത് പ്രവാചകൻ പറഞ്ഞു 1500 വർഷം മുമ്പ് പകുതി അവകാശം പെൺകുട്ടികളും ഇരട്ടി ആൺകുട്ടികൾക്കും. ജീവനോട് കുഴിച്ചുമൂടിയ കാലം പറഞ്ഞ് നിങ്ങൾ പെൺകുട്ടികൾ ദാരിദ്ര്യം ഓർത്ത് കുഴിച്ചുമൂടരുത്. അത് 2-3 പെൺകുട്ടികൾക്ക് നിങ്ങൾ വളർത്തി പ്രായപൂർത്തിയായി കല്യാണം കഴിച്ചാൽ നിങ്ങൾ നിങ്ങൾ ഉറപ്പാണെന്ന് പറഞ്ഞു. ഇന്ന് ആധുനിക യുഗം, ജനിക്കാൻ മൂലം അവസരം കൊടുക്കണ്ടോ സാറേ? നിരീശ്വരവാദി സഖാക്കളെ, ഇന്ന് സമൂഹം ഭ്രൂണാവസ്ഥയിൽ വെച്ച് തന്നെ പെൺകുട്ടിയാണെങ്കിൽ കരിച്ചു കളയല്ലേ? അപ്പൊ ആ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന അന്തത്തിൽ നെറ്റ് കംപ്ലൈന്റ്, ഇത് അന്ധകാര അന്നത്തെ ഇത് ജനിച്ചതിന് ശേഷമാണ് കൊന്നിരുന്നെങ്കിൽ ഇന്ന് ജനിക്കാൻ പോലും അവസരം കൊടുക്കില്ല. അപ്പൊ അന്ധകാര യുഗമാണോ ഡാർക്ക് ഏജ് ആണോ മോഡേൺ ഏജ് ആണോ നല്ലത്? എന്നിട്ട് പറഞ്ഞ് ഇസ്ലാമെ കുറ്റം പറയുന്നു, മുസ്ലിങ്ങൾ കുറ്റം പറയുന്നു, പ്രവാചക കുറ്റം പറയുന്നു, അള്ളാഹുവിനെ കുറ്റം പറയുന്നു. അത് നല്ല സംഗതി. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് നിഷ്പക്ഷമായിട്ടും സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും പറയണം. നിങ്ങൾ തന്നെ അതിൽ ബോധ്യം വേണം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ശേഷം നിങ്ങൾ മറ്റൊരു പറയാവൂ എന്നും കൂടി പറയുന്നുണ്ട് ഖുർആൻ. നിങ്ങൾക്ക് ബോധ്യം വേണം ഇത് എന്താണ് വിശ്വാസം എന്നുള്ളത്. അത് കണക്കാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ബഹുമാര് ഞാൻ ഇന്നത്തെ എൻ്റെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്ലാം മതം എത്രയൊക്കെ എതിർത്താലും ഇസ്ലാം മതം ലോകത്ത് വളരുമെന്ന കാര്യം സത്യമാണ്. അത് മുൻ മന്ത്രി സുധാകർജി പറഞ്ഞാലും മറ്റാര് പറഞ്ഞാലും അത് വളരെ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആ ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ മഹത്വം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.